അമ്മേ പൂച്ച പൂച്ച ഈ പൂച്ചനെ കൊണ്ടല്ല നീയാ ഒന്നുമില്ല എല്ലാ പാത്രവും ഞാൻ കഴുകി കമത്തി വെച്ച് കിടക്കാൻ വേണ്ടി ഞാന് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാ. കുടിച്ചാ എന്നിട്ട് ക്ലീറ്റമ്മ വിളിച്ചോ? ഇല്ലാതെ ഒന്ന് വിളിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചായിരുന്നു. നിന്നെ വിളിച്ചാ എന്താ എന്റെ തരാന്ന്? 3 ഷർട്ടും 3 മുണ്ടും പിന്നെ ഇന്നറും എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ക്ലീറ്റോന്റെയാ? ഓ അപ്പൊ ഇനി കൊറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുവുള്ളൂ. അന്ന് കൊണ്ട് എപ്പോഴും നാളെ അല്ലേ? അല്ല ഇപ്പൊ രാത്രി കൊണ്ട് കൊടുക്കണം. രാത്രി എന്തിനാ കൊണ്ട് കൊടുക്കണേ? വെളുപ്പിന് പോകണ്ടല്ലേ? അപ്പൊ വെളുപ്പിന് പോയാൽ മതി. ഇനി പെട്ടിയിലൊക്കെ എല്ലാം എടുത്തു വെക്കണം. അല്ല ഇന്ന് തന്നെ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. പൊക്കോ ഞാൻ എടുത്തു വെക്കാം. അല്ല അത് എടുത്തു വെക്കാൻ പറ്റേ? എന്തേ? ഞാനിവിടെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഭാഗവും ആ ഭാഗവും 2 ഭാഗമുണ്ട്. 2 ഭാഗം കൊണ്ട് വെക്കോ? എന്താടാ? അല്ല അത് 2 ഭാഗം കൊണ്ട് പോകാൻ പറ്റത്തില്ല. എന്താ 2 ഭാഗം കൊണ്ട് പോയാ എന്താ കുഴപ്പം? ഈ ഒരു കൈ 2 ഭാഗം എങ്ങനെ പിടിച്ചോണ്ട് പോകും? എന്തിലിപ്പോ ഒരു കയ്യിൽ പിടിക്കണം 2 കയ്യിൽ പിടിച്ചോണ്ട് പോകണം? ഇതെന്താ ഇത്? തക്കുടുവിന്റെ ബിസ്ക്കറ്റ് പാട്ടൊക്കെ ഇത് ചൂടുവെള്ളം കുടിച്ചിട്ട് വന്നപ്പോ അറിയാതെ കൈയിട്ട് ഒരെണ്ണം എടുക്കാൻ നോക്കിയപ്പോ എടാ കൈ ഇടുമ്പോ കുഞ്ഞു പാട്ടയില് 2 പേരിലിട്ടാ ബിസ്ക്കറ്റ് കിട്ടൂല. ഇങ്ങനെ അതിക്രമം കാണിക്കേണ്ട കാര്യം എന്താ? ആഹാരം കണ്ടപ്പോൾ കൊതിയുണ്ട് പെട്ടെന്നിട്ട് ഊരാൻ പറ്റുന്നില്ല. ഇതെന്തായാലും ബിസ്ക്കറ്റ് എടുത്തല്ല. ഇത് വേറെന്തോ ചെയ്തതാ നീ? ഇതിനകത്ത് വേറെ എന്താ ചെയ്യാനാ? കൊതിയുണ്ട് പെട്ടെന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിപ്പോ എന്തോ ചെയ്യുന്നു? നിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ റൊണാൾഡോ ഇങ്ങ് വാ ഇവിടെ ഇരിക്ക്. ചുറ്റി എടുത്തോണ്ട് ഇരിക്കവിടെ. കുപ്പി തല്ലി പൊട്ടിക്കുക. പിന്നെ കുപ്പി തല്ലി പൊട്ടിക്കും. കുപ്പി തല്ലി പൊട്ടിക്കാൻ പതുക്കെ ഊരിയെടുക്കാം. ഒരു കാര്യം ചെയ്താലോ? ഇതിങ്ങനെ ഒരു വെടവിലോട്ട് കൈ വെച്ചിട്ട് നിന്നെ പുറകോട്ട് പിടിച്ച് വലിച്ചാലോ? കുപ്പി കൊണ്ട് കൈ കയറത്തില്ലേ? പിന്നിപ്പോ എന്തോ ചെയ്യുന്നു? ബിസ്ക്കറ്റ് മൊത്തവും പൊടിഞ്ഞു. ചിലപ്പോ കൈ മുറിയും. ഇനിയെങ്കിലും പാവസാറുള്ള ഒരു പാത്രത്തിൽ വേണം പാപ്പ ഇട്ട് വെക്കാൻ. ബാക്കിയുള്ള കൈ പോകാനായിട്ട്. കൈ കാണിച്ചേ. നീ കൈ കാണിച്ചേ. ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ തിന്നെ. എന്തിനാണ് കയറി പോയത്? ഇതിപ്പോ നേരെ എന്തോരമായി? അയാള് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നണില്ല അലി വരുമെന്ന്. ഇന്നലെ പറഞ്ഞല്ലേ വരുമെന്ന്? പറഞ്ഞ പോലെ ചെയ്യണ ആളുമാണ്. അത് ശരിയാ. വരുമെന്ന് പറഞ്ഞ ഒരു ദിവസം പോലും അങ്ങേര് വന്നിട്ടില്ല. ക്ലീറ്റ ചേട്ടൻ എവിടെ ചേച്ചി പോയത്? രാവിലെ പോണുണ്ടല്ലോ. നിന്നോട് പറഞ്ഞില്ലേ? പാലക്കാട് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം. 2 ഭാരവാഹികളെയൊക്കെ തെരഞ്ഞെടുത്ത് 2 ദിവസം കഴിയുമ്പോഴേ വരുള്ളൂ. പിന്നെന്തിനിപ്പോ മീൻ വാങ്ങിക്കുന്നത്? അത് കൊള്ളാലോ. നിന്റെ ക്ലീറ്റോ ചേട്ടനില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും വായില്ലേ മീൻ തിന്നാൻ? അല്ല ക്ലീറ്റോ ചേട്ടൻ അല്ല മീൻ നിർബന്ധം. നിങ്ങൾ പച്ചക്കറി ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതേ വരുന്നു. എത്ര നേരായി നോക്കിയിരിക്കണ കേട്ടാ വരുന്നത്? എല്ലായിടത്തും കൊടുക്കണ്ടേ ചേച്ചി? വണ്ടി നിർത്ത്. ഇതെവിടെ പോണ്? എന്തുവാ? നെത്തോലി കൊണ്ട് ചാളയുണ്ട്. എന്റെ ദൈവമേ, എല്ലാ ദിവസവും ഈ നത്തോലിയും ചാളയാണ്. ഇച്ചിരി തുണ്ടമീൻ എന്തെങ്കിലും മേടിക്കാൻ പാടില്ല? പൊന്നു ചേച്ചി, ചെറിയ മീനാ നല്ലത്. വലിയ മീനെല്ലാം വിഷമടിച്ചല്ലേ കൊണ്ടുവരുന്നത്. ഇല്ലാത്തോണ്ട് നിങ്ങൾ അത് പറയുന്നു. ഞാൻ സത്യമാ ചേച്ചി പറഞ്ഞത്. ഈ മീനാ ഏറ്റവും കൂടുതൽ നെത്തോലി എടുക്കട്ടെ. ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് ഈ മീനാണെന്നേ. മറ്റേ വലിയ മീനെല്ലാം ഹോട്ടലിൽ കൊണ്ടുപോവാണ്. വലിയ മീനെല്ലാം ഹോട്ടലുകാരാണ്. വേറെ മീൻകാരനില്ലാത്ത നിങ്ങളുടെ ഭാഗ്യം. 5-6 ഉണ്ട്. കനക സാർ ഡ്യൂട്ടിയോ? പോയല്ലോ, രാവിലെ പോയി. കനക സാറിൻ്റെ ഒന്ന് നോക്കി കണ്ട് നടക്കാൻ പറയണം. അപ്പുറത്തെ ഏരിയയിൽ കുറച്ച് പിള്ളേർ കനക സാറിനെ നോട്ടോട് വെച്ചേക്കാം.
എന്തിന്? ഏത് പിള്ളേര്? അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആ, ആ. കഴിഞ്ഞ ഞായറാഴ്ച 2 പിള്ളേരെ കഞ്ചാവ് പൊക്കി ഓർമ്മയുണ്ടോ? കനക സാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് പിടിച്ചത്. അവന്മാർ സ്കെച്ച് ചെയ്യാൻ നടക്കുകയാണ്. ഓ, അപ്പൊ സംഭവം നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? അതുകൊണ്ട് നോക്കിയായിട്ട് നടക്കാൻ പറ കേട്ടോ. നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കണേ? ആ ഏരിയയിലെ പിള്ളേർ അവനെ തല്ലുമെന്ന് പറഞ്ഞ കേട്ട ആർക്കായാലും വിഷമം വരത്തില്ലയോ? പിന്നെ അങ്ങനെയാണ് തല്ല തന്റെ വെള്ളരിക്കാൻ പറ്റണ. ഒന്നല്ലെങ്കിൽ അവനൊരു പോലീസുകാരനല്ലേ, തല്ല വരട്ടെ, വിവരം അറിയവൻ. എടി പെണ്ണെ, ഈ കുരയ്ക്കുന്ന പട്ടികൾ കടിക്കത്തൊന്നുമില്ല, നീ വിഷമിക്കാതെ. അയ്യോ അല്ല അമ്മമ്മ, ഈ പട്ടി കടിക്കും. ആ ചേട്ടന്മാര് ഭയങ്കര സീനാണ്. ഞാൻ ക്ലാസ് ഒക്കെ വിട്ട് വരുമ്പോ എപ്പോഴും അവിടെ അടിയൊക്കെ ഉണ്ടാക്കും വേറെ ആൾക്കാരുമായിട്ട്. നിനക്കെങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. അവള് കണ്ടിട്ടുണ്ടാവും, അതല്ലേ അവള് പറയുന്നത്. എന്റെ ലില്ലി, നീ ടെൻഷൻ അടിക്കാതിരുന്നേ. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? അങ്ങനെ ഓടി വന്നിട്ട് ഒരാൾ അങ്ങോട്ട് മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. ഒന്നല്ലെങ്കിൽ അവന്റെ ദേഹത്ത് യൂണിഫോം അല്ലേ കിടക്കുന്നത്. അതുണ്ട്. ഇതൊരു പോലീസുകാരനല്ലയോ, കുഴപ്പമൊന്നും വരത്തില്ല കൊച്ചെ. അതല്ലേ ഏട്ടന് ഇവിടെ ഒറ്റയ്ക്കായത് എന്റെ ടെൻഷൻ. ക്ലീറ്റോ ചേട്ടന് അല്ലെങ്കിൽ അജാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം ഉണ്ടാവുമായിരുന്നു. അത് ശരി. അപ്പൊ എന്താ ഞാനാണല്ലേ? അമ്മാവൻ ഇവിടെ അല്ലല്ലോ ഉള്ളത്. എടി നീ പറയണ പോലുള്ള ആളൊന്നല്ല ഞാൻ. ഞാൻ പഴയ കളരിയാ. 3 ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒറ്റ അടിക്കാൻ മലത്ത് ഞാൻ. അതാ അന്ന് ചീരത്തോട്ടത്തിൽ ഒരു പ്രാന്തം വന്നതിന്റെ പേരിൽ 3 ദിവസം ആ ഏരിയയിലോട്ട് തിരിഞ്ഞ താളാ മലത്തി. ഭ്രാന്തന്മാരെ പോലെ അല്ലല്ലോ ഈ റൗഡികള്. അല്ല, ഇതൊക്കെ നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഭ്രാന്തൻ ചാടി കടിച്ചെന്താ ചെയ്യാ? എന്റെ പൊന്നമ്മാവനി അതിന്റെ ഇടയിൽ ചെന്ന് കയറിയിട്ട് കൈയും കാലും ഒടിഞ്ഞ് മിണ്ടാതിരിക്കും. ആ ഒന്നാമത് വിഷമിച്ചിരിക്കുന്നതിനിടയ്ക്കാ. നീ സങ്കടപ്പെടാതെ. ടെൻഷൻ കൊണ്ട് വയ്യ എനിക്ക്. ഒരു ടെൻഷനും അടിക്കണ്ട. അത്രയ്ക്ക് ടെൻഷൻ ആണെങ്കിൽ നമുക്ക് ക്ലീറ്റോനെ റൊണാൾഡിനെയൊക്കെ ഇങ്ങ് വിളിക്കാം. വിളിക്കോ? ആ വിളിക്കാം, വരാൻ പറയാം. ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വരും. എല്ലാരും വിളിച്ചോ? എല്ലാരും ഉണ്ടാവുന്നത് നല്ലതല്ലേ? അവൻ അവന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ നിയമമായിട്ട് പോകുമ്പോ അമ്മാവൻ കുറച്ച് ദിവസത്തേക്ക് പോകണ്ട, ഇവിടെ തന്നെ നിക്കി. നേര് രണ്ടുപേരും കൂടെ നിക്കി ഇവിടെ. അല്ലാണ്ട് ഞാൻ എവിടെ പോവാനാ? കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ഞാൻ ഇവിടെ നിൽക്കണ്ടേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ കുട്ടികളെ തൊടാൻ ഞാൻ ആരും സമ്മതിക്കില്ല. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. കനക, എടാ അലി വന്ന് പറഞ്ഞ പിന്നെ വല്ലാത്തൊരു പേടിയുടെ എന്തോ സംഭവിക്കാൻ പോണ പോലെ. നീ ഒറ്റയ്ക്കല്ലേ എല്ലായിടത്തും പോണതും ഡ്യൂട്ടിക്ക് പോണതൊക്കെ, ഒന്ന് സൂക്ഷിക്കണം കേട്ടാ. കണ്ട ഏട്ടൻ പിന്നെയും ചിരിച്ചോണ്ടിരിക്ക. ഏട്ടൻ ഞങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള പേടിയാണ് ചേച്ചി പറഞ്ഞത്. ഞാനിപ്പോ എന്ത് ചെയ്യുന്ന നിങ്ങൾ ഈ പറയുന്നത്? നീ ഒന്നും ചെയ്യാതെയാണോ നിന്നെ തല്ലാൻ വേണ്ടി ആൾക്കാർ കൂടുന്നത്? ഇത്രയും പേരുണ്ടായിട്ട് എടി, ഞാൻ എന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത്. ഡ്യൂട്ടി ചെയ്യുമ്പോ നീ മാത്രം എന്താ ഇങ്ങനെ ഒറ്റപ്പെടുന്നത്? നിന്നെ മാത്രം എന്താ തല്ലാൻ ഓടിച്ചിടുന്നത്? എടി, എനിക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരം അത് ഞാൻ റിപ്പോർട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടന്നത്. എന്റെ കനക, നീ പറയണത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ നീ എങ്ങനെയാണ് ഈ മറ്റുള്ളവരുടെ കണ്ണിലെ കരടായത്? അതാരോ ഒറ്റ കൊടുത്തിട്ടുണ്ടാവും. എന്റെ കൂടെ ഉള്ളത് തന്നെയല്ലേ? അതാ ഏട്ടാ പറഞ്ഞ ഇങ്ങനെയുള്ളവരോട് എന്തിനാ ഈ റെയ്ഡിനൊക്കെ പോണത്? എനിക്ക് ഡ്യൂട്ടി ചെയ്യണ്ടേ? എന്റെ പിന്നെ ഡ്യൂട്ടി ജോലി ആയാലും എന്തായാലും മറ്റുള്ളവർക്കൊരു സമാധാനം വേണ്ടേ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? അവൻ ജോലിക്ക് പോണ്ടേ? അവൻ ഏത് നേരം നിങ്ങളുടെ കൂടെ ഈ വീട്ടിലെങ്ങനെ ഇരുന്നാ മതിയോ? അവനൊരു പോലീസുകാരനാ. പിന്നെ ഈ ഗിരിരാജന്റെ മരുവനവൻ. എന്നെ പോലെ ചങ്കൂറ്റും ധൈര്യവും അവനും കാണും. എന്ത് വന്നാലും നീ നേരിടടാ, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. കണ്ട, ഈ അമ്മാവന്റെ ശേഷാനല്ലേ ഞാൻ. എനിക്ക് എന്റെ ഡ്യൂട്ടി തന്നെ പറ്റുള്ളൂ. ഇവിടെ നിങ്ങളിവിടെ സമാധാനമായിട്ടിരിക്കുക. എന്താ വേണമെന്ന് എനിക്കറിയാം. സമാധാനത്തിരിക്കും. ഉറങ്ങില്ലേടി? ഉറക്കം വരുന്നില്ല. ഓരോന്നും ആലോചിച്ച് മനുഷ്യന് പേടിയാവണം. ഉറക്കം പോലും വരുന്നില്ല. നമ്മൾ കിടക്കാൻ നേരത്തെ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെ സന്തോഷമായിട്ട് കിടന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഈ സിറ്റുവേഷനിൽ പോസിറ്റീവായിട്ട് ആലോചിക്കാൻ പറ്റൂല. എണ്ണ ആലോചിക്കാൻ പറ്റുമായിരിക്കും, എനിക്കത് പറ്റത്തില്ല. ഈ പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കുറച്ച് ധൈര്യം സംഭരിച്ച് ധൈര്യത്തോടെ മുമ്പോട്ടും പോകണം. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ലാത്തത്. എൻ്റെ കർത്താവ്, എനിക്ക് വയ്യ.
നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ? നീ അമ്മാവനെ കണ്ടുപിടി. അമ്മാവനെ നോക്ക്. നീ അമ്മാവന് ധൈര്യത്തോടെ സംസാരിച്ചത്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാനുള്ളത് ആ വാക്കിലെങ്കിലും പുള്ളി തോന്നില്ലേ? അമ്മാവന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അമ്മാവന് ഇത്രയും ധൈര്യം ഉണ്ടെന്ന്. ഏട്ടനൊരു കാര്യം ചെയ്യൂ, ഇനി എവിടെയെങ്കിലും പോകണുണ്ടെങ്കിൽ അമ്മാവനെയും വിളിച്ചുകൊണ്ട് പോ. വീട്ടിലിരിക്കുന്ന എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. പോവാം. അമ്മാവനെ കൊണ്ട് രാവിലെ സ്റ്റേഷനിൽ പോവാം. എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ അമ്മാവനെ കൂട്ടി പോവാൻ കുഴപ്പമില്ല. കുറച്ച് ദിവസം എങ്ങനെ ചെയ്യാന്ന്. നീ കിടന്നുറങ്ങ്. കളിയാക്കിയതല്ലല്ലോ. അല്ലെന്ന് നീ ഇപ്പൊ കിടന്നുറങ്ങ്. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാ എങ്ങനെയടി? നീ ടെൻഷൻ അടിക്കുന്നതാണ് എനിക്ക് ടെൻഷൻ. അല്ല എന്നെ കാണിച്ചാൽ എനിക്കൊരു ടെൻഷനും ഇല്ല. നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ, അതൊക്കെ എങ്ങനെ നടക്കണം. എന്തായി മുത്തേ? ഉപ്പിട്ട് 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 ഉപ്പിട്ടാ? നല്ലോണം ഇളക്ക് നോക്കട്ടെ. ഇത്തിരി ഉപ്പ് മതിയാന്ന് നോക്കണം. ചൂടിട്. ആ ബെസ്റ്റ്. ഈ ഉപ്പിടണത് അതിന് ആദ്യം ആ പാൻ വെച്ച് ചൂടാക്കിയ ഉപ്പിട്ട് ഇതാവുമ്പോഴത്തേന് അതങ്ങ് ചൂടാൻ പാടില്ലേ? ഓ അങ്ങനെ ചെയ്യണമല്ലേ? നാളെ തൊട്ട് അങ്ങനെ. ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല മുത്തേ. ഇതൊക്കെ സ്വയം ബുദ്ധിയിൽ ചെയ്യണം. ഇനി ആ ഇത് ചൂടാവണ വരെ നോക്കി നിക്കണ്ടേ? നാളെ തൊട്ട് അങ്ങനെ ഇപ്പൊ അത് എടുത്ത് കത്തിച്ച് വെച്ചേ. നാളെ തൊട്ട് അങ്ങനെയാണ്. ഇതിന് ഇന്ന് മുതൽ ചെയ്താൽ എന്താ കുഴപ്പം? കൈയൊക്കെ പൊള്ളിക്കാതെ ചെയ്. നീ എന്താ വെടിവെക്കാൻ പോണാ? വെക്ക്. കൂട്ടി കൂട്ടി വെക്ക്. ഇതൊന്ന് കലക്കണോ? നല്ലോണം കലക്കാതെ ചൂടാവട്ടെ. അപ്പത്തേക്കും എണ്ണ ഒഴിക്കട്ടെ. എന്നിട്ട് ഇതേ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് കൊറേ തുണി നിന്റെ കിടപ്പുണ്ട്. ഞാൻ കഴുകിയിട്ടല്ലോ. ഏത് തുണി? എന്റെ വെളിയിൽ പോണ ഡ്രസ്സുകളല്ലേ? അല്ല, വീട്ടിലിരുന്നത് അവിടെ കിടപ്പുണ്ട്. അതൊന്നും ഇനി ഞാൻ ചെയ്യൂല. അതെല്ലാം കഴുകി നല്ല ഇതൊക്കെ മുക്കി നല്ല മെനക്കി പിടിച്ചിട്ടോളണം. തൂത്തിട്ടിട്ടുണ്ടേ മുറ്റം. ആ ഇനി നോക്കിയമ്മ ഉപ്പ് ചൂടായ നോക്ക്. ഇച്ചിരി നേരം നിക്ക്, ചൂടാവട്ടെ. ഇനി ആയി. ദോശക്ക് എന്താ എന്നിട്ട് കറി? ദോശക്ക് വെള്ളച്ചട്നി. ചട്നി മാത്രമുള്ളോ? പോരെ. ഇവിടെ എന്താ ഒരു ബഹളം? എന്റെ മോളെ പണിയെടുപ്പിക്ക. അത് നല്ലതാ. പെങ്കൊച്ചങ്ങള് പാചകമൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലയോ? പെങ്കൊച്ചായിട്ട് ആങ്കൊച്ചായിട്ടൊന്നും അല്ല. പിള്ളേർ ആരാണെങ്കിലും പാചകമൊക്കെ പഠിച്ചിരിക്കണം. ഈ പെണ്ണ് ഇപ്പൊ പുറത്തൊക്കെ പഠിക്കാൻ പോവാ. പാചകത്തിന് പോവാന്നോടി? പാചകത്തിന് പോയില്ലെങ്കിലോ എന്തെങ്കിലും ഉണ്ടാക്കി ചുട്ടൊക്കെ തിന്നണമെങ്കിലോ നാട്ടുകാർ മുഴുവൻ എന്നെ കുറ്റം പറയണ. അവക്ക് പണിയൊന്നും അറിയില്ല എന്നും പറഞ്ഞു. ഒരു മിനിറ്റ്. ഹലോ, ആ സുരേഷ് ഏട്ടാ, ഞാൻ വിളിച്ചായിരുന്നു. തിരക്കായിരുന്നോ? ഒന്നുമല്ല, ഞാനേ മറ്റേ ഇവിടെ ഇങ്ങനെ എന്തോ കനകനൊക്കെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കണ ഏതോ പിള്ളേരെ പിടിച്ചെന്നാ. അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞേ. അവരെന്തോ പകരം വിട്ടു എന്നൊക്കെ. അതുകൊണ്ടൊന്ന് എന്താ ഏതാന്നൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ച് വിളിച്ചതാ ഞാൻ. ആണല്ലേ? നിങ്ങൾക്കൊക്കെ ഒന്ന് പറയായിരുന്നില്ലേ സുരേഷ് ഏട്ടാ? ഇവൻ ഒന്നാമത്തെ ബോധമില്ലാത്തവനാ. ഓഹോ, നല്ല സാറിനൊക്കെ അറിയാലോ. നിങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കണേ. ശരി. ശരി. ഞാൻ എന്താ വിവരമെന്ന് അറിയാന്ന് ഓർത്ത് വിളിച്ച. മോള് സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ശരി. ഓ ശരി എന്നാ. എന്താ പറയടേ? എന്ത് പറയാൻ, അവർക്കൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. എന്നെ പോലെ തന്നെയല്ലേ അവരും. സാറിനോടൊന്ന് പറയാന്ന് പറഞ്ഞു. പക്ഷെ സാറിനൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. ഒരു കാര്യം ചെയ് അമ്മ, നീ പോയി തേങ്ങ ചിരണ്ടിനി. അല്ല ഞാൻ ദോശ ചൂടാ. ഇത് ഞാൻ ചൂടാന്ന്. ഇല്ലെങ്കിൽ ഞാൻ പഠിക്കൂല. വേണ്ട, ഞാൻ ചെയ്തോളാം. ബാക്കി ഞാൻ ചെയ്യാം. ചമ്മന്തി മുത്തേ എടുക്കടി. മതിയോ? പ്ലേറ്റിലിടും. ഈ പെണ്ണിന്റെ മുടി മൊത്തവും പോയടി കൊച്ചേ. കളറും ഇല്ല, ഇതിന് ഉള്ളും ഇല്ല. നോക്കിയേ. അവളുടെ മുടി പോണം.
വെണ്ണ വരട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ 7 അയല ഓടും. അല്ലല്ല, അവളുടെ മുടിക്ക് പണ്ടേ അങ്ങനത്തെ ഒരു കളറാ. കണ്ടോ? കളർ അങ്ങനെയാണ്, പക്ഷെ എന്തോരം മുടി ഉരിച്ചിട്ട് ഇറങ്ങുമ്പോ കാണണം കുളിമുറിയിൽ മുടി കിടക്കണത്. മാമി എണ്ണ വരട്ടിയല്ലേ മാമി എനിക്ക് കുരു വന്നത്. ആണ്. കണ്ടോ? ഇപ്പൊ അത് കാരണം നല്ല മാറ്റമുണ്ട്. ഇല്ല, എണ്ണില്ലാത്തോണ്ട്. ഇതെന്തോ പേൻ നശീകരണ സേവനകാരോ? വെറുതെ വർത്താനം പറഞ്ഞിരുന്നതാ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം കനക സാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നോ? പറഞ്ഞായിരുന്നു. ഞാൻ 2-3 എടുത്ത് തിരക്കിയിരുന്നു, അന്നേരം സാറിനെ കാണാൻ പറ്റിയില്ല. ആ ഏതായാലും ഒന്ന് സംസാരിക്കണം കേട്ടോ, ഒന്നിനും മടിക്കാത്ത ആൾക്കാരാ. ഇല്ല, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ ചേച്ചി. ഇല്ല, അവര് പോലീസുകാർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആണല്ലേ? മീനൊക്കെ തീർന്നു ചേച്ചി? നാളെ വരത്തില്ലേ? നാളെ വരും ഉറപ്പായിട്ടും വരും. ശരി, പോട്ടെ. ഈ ചേട്ടനോട് ഭയങ്കര സ്നേഹമാ. ലില്ലേ, ആ പോയ മീൻകാരനല്ലേ പറഞ്ഞു കനകനെ തള്ളാൻ ആള് നിൽക്കണ കാര്യം? അതിന് അവനെ കണ്ടിട്ടൊന്ന് ചോദിക്കാറുണ്ട് അവരെവിടെ താമസിക്കുന്നത്. അവരാരാന്ന് അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് എന്നിട്ട് കുത്തു മേടിക്കാൻ. ഒന്ന് പോടി അവിടുന്ന്, കണക്കിന്നത് വരെയായിട്ട് അറിയില്ല. അതാ ഈ ഗിരിരാജൻ ഇന്ന് വരെ ആരെയൊന്നും തല്ലുകൊണ്ടിരില്ല, കണക്കിനെ കൊടുത്തിട്ടേ ഉള്ളൂ. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. ഇതെന്തോത്തിനുള്ള പുറപ്പാടാ? അമ്മാവന്റെ പുറകെ അടുത്ത ആള് പോകേണ്ടി വരും. സീനാണ് അവര്. കിട്ടി അമ്മായി? ഇവിടെങ്ങും ഇല്ല, ഞാൻ ഇവിടൊക്കെ നോക്കി. കണ്ട, ഞാൻ പറഞ്ഞില്ല അത് ഇവിടെ ഇല്ല, എനിക്ക് തന്നിട്ടില്ല ചേച്ചി. പിന്നെ ഒരു ദിവസം എന്റെ അടുത്ത് വേറെ വെട്ടാൻ കൊണ്ടുപോയതാ. ശരി, എല്ലാം കൂടെ ഇവിടെ വന്നിരിക്കണ. മാറിക്കമ്മായി ഓക്കെ, താങ്ക് യു. എന്ത് എവിടെ ആര് പിടിച്ചോണ്ട്? നേരത്തെ മേടിച്ചു വെച്ചത് പച്ചമാങ്ങ മേടിച്ചപ്പോ പഴുത്ത്. മധുരം ഉണ്ടാന്ന് നോക്കട്ടെ. ഇതേത് മാങ്ങ? ഇത് കറി വെക്കാൻ മേടിച്ചതാ. ചേച്ചിയുടെ കൊതി. ഞങ്ങൾക്ക് ചൂല് എടുത്തതാ കയ്യില്. അമ്മാവന്റെ പോയി ഇവിടെ നിക്കുന്ന കണ്ട് പുറത്തോട്ടെങ്ങാനും പോയതായിരിക്കും. എനിക്ക് തോന്നുന്നു മറ്റേ ഇതിന് വേണ്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു. എവിടെ പോയത്? എടാ, നിന്നെ അടിക്കാൻ വേണ്ടിട്ട് മറ്റേ മയക്കുമരുന്നിലെ പിള്ളേരുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ കാര്യം എന്താ അന്വേഷിക്കാനായിട്ടാന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല, അവരുടെ അടുത്തോട്ടായിരിക്കുമല്ലോ പോയേക്കുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമല്ലേ, ഇതൊക്കെ എന്തിനാണ് ആവശ്യമില്ല ബന്ധുക്കളുടെ ഇടപെടുന്നത്? ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ ഇടപെടാതിരുന്ന പിന്നെ ബന്ധുക്കാർ ഇടപെടണ്ടേ? ഡിപ്പാർട്ട്മെന്റാന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യം. എന്തേ വീണ വീണ? തല്ലടാ അവനെ, തല്ലടാ അവനെ, തല്ലടാ. ആ കവല നീ കഞ്ചാവ് കേസിൽ പിടിച്ചില്ലേ, അവരെല്ലാരും കൂടി എന്നെ തല്ലടാ, എന്നെ ചവിട്ടി കൂട്ടി. ഞാന് നിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി പോയതാണ്. അത് പോലീസ് കാര്യമല്ല, ഞങ്ങൾ ചോദിച്ചോളല്ലോ. എന്നെ നീ നാട്ടിലെ കണ്ട കുടലെടുക്കുന്ന പറഞ്ഞു കിഴിച്ചാ പെട്ടിയെടുക്കണി പോവാൻ. എന്റെ മരുവനാണ്, അവന്റെ കാര്യം പറയാൻ പോയപ്പോ അതിലൊരുത്തൻ എന്റെ നെഞ്ചത്ത്. അമ്മാവ, നിങ്ങൾ എന്തൊരു ഇടിയാ വാങ്ങിച്ചു കൂട്ടിയത്? എത്ര നേരം ഞാൻ അവിടെ കിടന്ന് കൈയും കലാശം കാണിച്ച്. നീ അവിടെ ഞാനല്ലേ അവിടെ കുറെ നേരമായിട്ട് കൈ കലാശം കാണിച്ച് കേറെന്ന് പറഞ്ഞു കേൾക്കണ്ടേ? അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കൊല്ലാൻ വേണ്ടി എന്തോ ഒരു ഇടിയാന്നറിയോ അവിടെ കിടന്ന് കൊണ്ടത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി എനിക്ക്. നമുക്ക് പെട്ടിയെടുക്ക് പോകാൻ ഇവിടുന്ന്. ഇനി കുറെ ദിവസം പുറത്തിറക്കണ്ട, അവരുടെ കണ്ട കുടലെടുക്കുന്ന പറഞ്ഞു. അമ്മ ചുമ്മാ വേണ്ട നിയമ നടപടി എടുക്കാലോ നമുക്ക്. അങ്ങനെ കൊണ്ട് രക്ഷപ്പെട്ട് എന്ത് നിയമ നടപടി? അതെ, ഇങ്ങോട്ട് നോക്ക്. ഒരു കാര്യം പറയട്ടെ, ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പൊ വാങ്ങിയല്ലോ, ഇനി അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കാലോ അല്ലേ? ശവത്ത് കുത്തല്ലേ? അയ്യോ.